സൂക്ഷ്മദർശിനി ഇൻ്റർവ്യൂ കാരണമാണ് ഈ സിനിമ കാണണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് വരുന്നത്. നസ്രിയും ബേസിലും കൂടെ ഉള്ള ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻ്റർവ്യൂ സെഷനിൽ, പ്രൊമോഷൻ സമയത്ത്. അത് അന്നേരം ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആയിരിക്കത്തില്ല സിനിമയിൽ, ഇതൊരു അങ്ങനത്തെ ഒരു സിനിമയായിരിക്കത്തില്ല, ഇത് വേറൊരു മൂഡിൽ പോകുന്ന സിനിമയാണ്, ഒരു ത്രില്ലറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഡ്യൂറേഷനുള്ളൊരു അത്രയും ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് എന്നുള്ള ഡ്യൂറേഷൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലൊക്കെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണ്. നസ്രിയെ ചില സമയത്ത് കാണുമ്പോൾ ആ ഒരു ഓശാനിക്കാത്ത ആ ഒരു നസ്രിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അഭിനയത്തിൽ വലിയ മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പഴയ ആ ഒരു ക്യൂട്ട്നെസ് സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്തും നസ്രിയ കാണിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു കോമഡി സിനിമയല്ല, ഇതിനകത്ത് കോമഡി സിനിമകളൊക്കെ വളരെ കുറവാണ്. ഇത് നസ്രിയയും പൂജയും അഖിലയും കൂടെ ഉള്ളൊരു കോമഡി ചെറിയൊരു സാധനമുണ്ട്. പിന്നെ ശ്രദ്ധാത്മകനും ബേസിലും നമ്മളുള്ളൊരു ചെറിയ സാധനമാണ്. ചെറിയ കോമഡി സീനുകൾ മാത്രമേ ഈ ഒരു സിനിമയിലുള്ളൂ. ഇതൊരു കോമഡി സിനിമ അല്ലല്ലോ. ലാഗില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഴഞ്ഞാണ് സിനിമ പോകുന്നത്, നല്ല സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. പക്ഷേ ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു 20 മിനിറ്റ് അത്യാവശ്യം നമ്മളെ ഒന്ന് അഡ്രിനാലിനൊക്കെ ബൂസ്റ്റ് ചെയ്ത് ക്ലൈമാക്സ് ആയി എന്നറിയിക്കാനുള്ള ഒരു ജസ്റ്റ് സ്പീഡിലോ നമ്മളത് എൻഗേജിങ് ആക്കിയിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു സ്റ്റോറിയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു സിനിമ പോകുന്നത്. ഇതൊരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി. കാരണം കേരളത്തിൽ ദുരഭിമാന കൊലകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടുള്ളതാണ്. അതേപോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കഥയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനെ വേറൊരു രീതിയിൽ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആയത്. നമ്മളൊട്ടും ഇത് പ്രതീക്ഷിക്കില്ല ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം ഒരു ഭയങ്കര ഡിഫറൻ്റായിട്ട് തന്നെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നത്. ക്ലൈമാക്സ് വരെ നമ്മൾ ഒരു മുക്കാൽ സമയം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കില്ല, ഇതെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആലോചിക്കും. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴാണ് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ടർ MC ജിതിൻ, പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സിനിമയാണെന്ന് അല്ലേ. അതേപോലെ തന്നെ ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് കിടിലം കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ട്. ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ള കുറേ അധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ട്. 2 നെയ്ബേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ് ഈ ഒരു സിനിമയിൽ. അതായത് പ്രിയ എന്ന് പറയുന്ന നായികയുടെ നെയ്ബറായിട്ട് മാത്യു എന്ന് പറയുന്ന മാത്യുവിൻ്റെ ഫാമിലി വരുന്നു, മാത്യുവിൻ്റെ അമ്മയും വരുന്നു. അവിടെ പിന്നീട് നടക്കുന്ന ഈ ഒരു ഫാമിലി വന്നു കഴിഞ്ഞ് നടക്കുന്ന കുറേ അധികം സംഭവങ്ങളും അതേ റിലേറ്റ് ചെയ്തിട്ട് പ്രിയയ്ക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സംശയങ്ങൾ പ്രിയ ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കുന്നത്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അത് അത്യാവശ്യം നല്ല എടുത്തു പറയേണ്ടത് ബേസിലിൻ്റെ പെർഫോമൻസാണ്. ബേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പം ജയ കണ്ടിട്ടുള്ള ഒരു ബേസിലുണ്ട്, അതിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മൂഡിലാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതും ചില സമയം നമുക്ക് ഇതൊരു സൈക്കോ ക്യാരക്ടറാണ്, പക്ഷേ ബേസിലായതുകൊണ്ട് നമുക്കൊരു സൈഡിൽ കൂടെ ചിരി വരും. ആ ഒരു രീതിയിൽ പോകുന്നു. പിന്നെ ദീപക്കിൻ്റെ ക്യാരക്ടർ ആ ഒരു നസ്രിയുടെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്നു. പിന്നെ കുറേ സൈഡ് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ 2 പേരെയുമാണ് ആ ഒരു സിനിമ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു പോകുന്നത്. അതായത് പ്രിയയും മാത്യുവിനെയാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരും. അത് മാത്യുവിലേക്ക് പോകുന്നു, പ്രിയയുടെ സംശയങ്ങൾ, പ്രിയ അതെങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നു, മാത്യു എങ്ങനെ തിരിച്ച് പ്രതികരിക്കുന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടാണ് സിനിമയുടെ ഒരു 80-85% കൊണ്ടുപോകുന്നത്. എന്നിട്ടേ നമുക്കൊരു ക്ലൂ തരുള്ളൂ, ഇങ്ങനെയാണ് കഥ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഉള്ള സാധനം പറയുള്ളൂ. പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തെങ്കിലും ക്ലൈമാക്സ് വന്ന സമയത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ക്ലൈമാക്സ് വന്ന സമയത്ത്. അങ്ങനെ ക്ലൈമാക്സിൽ പോരായ്മകളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ലൂപ്പ് ഹോളുകളൊക്കെ ഇല്ലെന്ന് വെച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീക്കെൻഡിലൊക്കെ കാണാൻ പറ്റുന്ന സിനിമയുണ്ട്. ഈ വീക്കെൻഡിൽ ഇപ്പോൾ ഹലോ മമ്മി ഉണ്ട്, ഇതുണ്ട്. അപ്പം അങ്ങനെ പോയി കാണാൻ പറ്റുന്ന നസ്രിയുടെ 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു 1 ടൈം വാച്ചബിൾ സിനിമയാണ് സൂക്ഷ്മദർശിനി. പോയി കാണുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ നല്ല ബുക്കിംഗ് സിനിമയ്ക്ക് കയറിയിട്ടുണ്ട്. എന്നാലും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക, എങ്ങനെയുണ്ട് സിനിമ എന്നുള്ളത്. അപ്പോൾ അതാണ് സൂക്ഷ്മദർശിനി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.